എൻ്റെ പേര് ഷൈല. ഞാൻ പുലിപ്പള്ളിയിൽ നിന്ന് ബിജു ബദർ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എന്നെ യാദൃശ്ചികമായിട്ടാണ് പുള്ളി എന്നോട് പറഞ്ഞത്, "നീ വരുന്നോ, നമുക്കങ്ങ് ധ്യാനത്തിന് പോകുന്നത്." ഞാൻ അന്നേരം ഇതിന് മുമ്പ് ഞാൻ ഒരാഴ്ച മുന്നേ എനിക്ക് മുണ്ടൂര് ധ്യാനത്തിനൊന്ന് പോകണമെന്ന് ഇങ്ങനെ ചിന്തിച്ച് നടന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ ഈ ചേട്ടൻ്റെ പുള്ളിയുടെ നമ്പർ എൻ്റെ ചേട്ടൻ്റെ ഫോണിലുണ്ട്. ഇത് കാണാപ്പാടെ എടുക്കണം. പുള്ളി എൻ്റെ കയ്യിൽ ഫോണ് തരികയില്ല. ഞാൻ എടുത്താൽ പെട്ടെന്ന് പിടിച്ചു എനിക്ക്. അപ്പം ഞാൻ ഇത് എടുക്കണമെന്ന് ഓർത്ത് നടക്കുമ്പോഴാണ് ഈ പുള്ളി വന്ന് എന്നെ വിളിക്കണേ. എന്തായാലും പുള്ളി ചോദിച്ചു എന്നാൽ എന്തായാലും വേണ്ടില്ല, എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ വരുന്നതിന് മുമ്പ് 5 ബ്ലൗസ് അടിച്ചു. പിന്നെ രാത്രി നേരം വെളുക്കുമ്പോൾ 2 ബ്ലൗസ് കൊണ്ട് അടിച്ചിട്ട് ഞാൻ തല്ലിപ്പടിച്ച് അത് കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ വണ്ടിയെ കയറുന്നത്. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി മാത്രമല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് ഉച്ചയ്ക്കാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞാനിതൊന്നും ഇവരോട് പറഞ്ഞില്ല. എനിക്ക് അത്രയും വിശ്വാസത്തോടെ ഞാൻ വന്നു. എനിക്ക് എന്തായാലും തമ്പുരാൻ്റെ മുമ്പിൽ വന്നൊന്ന് കുറച്ച് നേരം ഇരിക്കണം. എനിക്ക് അനുഗ്രഹമൊന്നും വിചാരിച്ചിട്ട് ഞാൻ വന്നതല്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഇരിക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബ്രദർ പറഞ്ഞു നമുക്ക് കൃപാസനത്തെ മാതാവിൻ്റെ അടുത്ത് പോകാൻ. അത് കേട്ടപ്പോൾ എനിക്ക് അതിലും വലിയ സന്തോഷം. അപ്പോൾ പോയി അവിടെ ചെന്നപ്പോൾ അച്ഛനെ കാണാമല്ലോ എന്ന് ഓർത്താ പോയത്. പക്ഷെ അച്ഛനെ കണ്ടില്ല, ഒന്നും കണ്ടില്ല. അന്നേരം എനിക്ക് ഒരു ഓപ്പറേഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പേപ്പറും കൊണ്ടൊക്കെ വന്നേ. ഞാൻ എന്തായാലും അൽത്താരെ കയറി വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എന്തായാലും മാതാവ് തന്നില്ല. ധ്യാനത്തിന് പോകാല്ലേ, ഇവിടുന്ന് കിട്ടും, ഇവിടുന്ന് മേടിക്കാമെന്ന് ഓർത്താൽ ഞാൻ വന്നത്. ഇവിടെ വന്ന് ധ്യാനം കൂടി 2ാമത്തെ ദിവസം തൊട്ട് എനിക്ക് എന്തിനകത്തൊരു പ്രകാശം. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ചേച്ചിമാരിവിടെ ഇരുന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാനിത് കാണുക. എൻ്റെ മേഘത്തേക്ക് ഇങ്ങോട്ട് അൽത്താരെ നിങ്ങൾ ഒഴുകുക, നീല കടല് ഒഴുകി വരുക. ആദ്യം കാണുന്നത് പിന്നെ ഈശോയെ പിന്നെ യേശോയുടെ പിതാവും മാതാവും കൂടി ഒരു ഉണ്ണിയേശുവിനെ ഇട്ട് തൊട്ടിലിട്ട് ആട്ടിക്കിട്ട് വരുക. അതിൻ്റെ പുറകെയാണ് ഈ നീലങ്ങി വിരിച്ച് എല്ലായിടത്തേക്കും പോരുന്നത്. പിന്നെ കണ്ട് ചേച്ചി പറഞ്ഞു വൈക്കോലിന് തുറു പിടിച്ച പോലെയാണ്. വൈക്കോലിന് തീ പിടിച്ച പോലെയല്ല, ഇവിടെ നിറഞ്ഞിങ്ങോട്ട് ഒഴുകി വരുക. എന്താ ജാതി കത്തകത്തിനെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് സ്തുതിച്ച് വന്നപ്പം ഒരു മാതാവിന് 9 മാതാവല്ല ഇങ്ങനെ വന്നു പോവുക. പിന്നെ ഈ താര്യമാതാവിൻ്റെ അടുത്ത് നിന്ന് ഉണ്ണീച്ച എനിക്ക് ഇതിൽ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ കൊച്ചെന്ന് ഓപ്പറേഷൻ പോയതാ. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ മൈസൂർ പോയതാ. അന്ന് കട്ടർ റോട്ടിൽ കൂടെ പോയപ്പോഴാണ് ഇതിങ്ങനെ അബോർഷൻ പോയത്. എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ദൈവത്തിന് സമർപ്പിച്ചു. അപ്പം അതിനെ പറ്റി ഒരു ധ്യാനം കൂടിയപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ഈ കൊച്ചിന് വേണ്ടിയിട്ട് അത്രയും വർഷത്തെ പൈസ കൊടുത്ത് കുർബാന അർപ്പിക്കണമെന്ന്. അതൊക്കെ ചെയ്തു. എന്നാൽ എനിക്ക് ഈ പിള്ളേർക്ക് 12 സ്ലീവന്മാർക്ക് ഒരു വിരുന്നൊരുക്കി കൊടുക്കണമെന്ന് ഓർത്തിട്ട് ഇന്ന് വരെ ഒത്തില്ല. എന്തായാലും വേണ്ടില്ല, ഇവിടെ വരുമ്പോൾ പൈസ ഇച്ചിരി കൊടുത്തേക്കാമെന്ന് ഓർത്തു. ഇവർ ചോദിച്ചു. ഞാൻ എൻ്റെ ഓൺലൈനിൽ ഒരു വിധം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കാരണം വേഗം തന്നെ കൈ പൊക്കി ഞാനത് കൊടുത്തു, സമർപ്പിച്ചു. പിന്നെ ഇന്നലെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതെല്ലാം ഭൂമിയിൽ